അതായത് മാർപ്പാപ്പയുടെ പതാകയാണ്. നമ്മൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. കത്തോലിക്ക സഭയുടെ പതാകയാണ് ഈ പതാക, പേപ്പർ ഫ്ലാഗ്. ഏത് പതാക? മറന്നുപോയില്ല? ഇനി നിങ്ങൾ ഇതിനെ കുറിച്ച് വിശദ വിവരങ്ങള് അത് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കും. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ആരാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പതാക ഉയർത്താം. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വചനം പകിളവേറി നൽകിടും വയനായൊരുക്കണേ. വിശുദ്ധിയെ ലക്ഷ്യമായി മുന്നേറിടാൻ ഈശോ നിമാനത്തിൽ വളർന്ന പോലെ ഈ ലോക എന്നെ നയിച്ചിടണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. ആത്മാവെന്നൊരു പോസ്റ്റ്മാൻ സഭാ വീട്ടിലെത്തിച്ച് ബൈബിൾ എന്നൊരാക്കത്ത് ചുംബനമേകി വായിക്കാം. ആത്മാവെന്നൊരു പോസ്റ്റ്മാൻ സഭാ വീട്ടിലെത്തിച്ച് ബൈബിൾ എന്നൊരാക്കത്ത് ചുംബനമേകി വായിക്കാം. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ പൊന്നോമനയല്ലേ. എൻ കൽപ്പന പാലിച്ചെന്നാൽ എൻ കൂടെ പൊങ്ങിടാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ പൊന്നോമനയല്ലേ. എൻ കൽപ്പന പാലിച്ചെന്നാൽ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിന്റെ അമ്മയും സഹോദരനും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എൻ്റെ അമ്മയും സഹോദരനും. സ്തുതിയായിരിക്കട്ടെ. സുഖമായിരിക്കുന്നോ? സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലെത്താൻ വചനം ശ്രവിക്കണം, വചനം ജീവിക്കണം, വചനം പകരണം. സ്വർഗമെന്നൊരു നാട്ടിലെത്താൻ വചനം ശ്രവിക്കണം, വചനം ജീവിക്കണം, വചനം പകരണം. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന് ദൈവമെന്നൊരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി.
സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. ആത്മാവെന്നൊരു പോസ്റ്റ്മാൻ സഭാ വീട്ടിലെത്തിച്ച് ബൈബിൾ എന്നൊരാക്കത്ത് ചുംബനമേകി വായിക്കാം. ആത്മാവെന്നൊരു പോസ്റ്റ്മാൻ സഭാ വീട്ടിലെത്തിച്ച് ബൈബിൾ എന്നൊരാക്കത്ത് ചുംബനമേകി വായിക്കാം. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ പൊന്നോ മനയല്ലേ, എൻ കൽപ്പന പാലിച്ചെന്നാൽ എൻ കൂടി പൊങ്ങിടാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ പൊന്നോ മനയല്ലേ, എൻ കൽപ്പന പാലിച്ചെന്നാൽ എൻ കൂടി പൊങ്ങിടാം. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലെത്താൻ വചനം ശ്രവിക്കണം, വചനം ജീവിക്കണം, വചനം പകരണം. സ്വർഗമെന്നൊരു നാട്ടിലെത്താൻ വചനം ശ്രവിക്കണം, വചനം ജീവിക്കണം, വചനം പകരണം. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. സ്വർഗമെന്നൊരു നാട്ടിലിരുന്ന ദൈവമെന്നോരപ്പച്ചൻ ഭൂവിലുള്ള മക്കൾക്കായി സ്നേഹമോടൊരു കത്തെഴുതി. ആദരണീയ അധ്യാപകർ, സിസ്റ്റേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞങ്ങൾ നമ്മുടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥാപ്രസംഗം നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു കഥയെ ആസ്പദമാക്കിയാണ്. സഖേവസിന്റെ കഥയെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ കഥാപ്രസംഗം ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ള കലാസ്നേഹികളെ, നിങ്ങൾക്ക് നമസ്കാരം. അത്ഭുതങ്ങളിൽ തിങ്ങിക്കൂടുകയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ആരെയാണോ കാണാൻ കുറവാണ്. എത്ര ശ്രമിച്ചിട്ടും യേശുവിനെ കാണാൻ പറ്റുന്നില്ല. യേശുവിനെ ഒന്ന് കാണണം.
ഉലകം ചുറ്റി, നാട് ചുറ്റി, നഗരം ചുറ്റി, നന്മയുടെ കഥ പറയുന്ന ഇന്നിന്റെ പേരുണ്ട്. കഥയുണ്ടെന്നോ? കഥയെന്ന് വെച്ചാൽ നമുക്ക് തോട്ടക്കാരന്റെ കഥ പറഞ്ഞാലോ? അത് വേണ്ട, നമുക്ക് വിനോദക്കാരന്റെ കഥ പറയാം. വിത്തുമായി വിധക്കാരൻ യാത്രയായി ഹൊയ്യാരോ ഹൊയ്യാരോ. വിത്തുമായി വിധക്കാരൻ യാത്രയായി ഹൊയ്യാരോ ഹൊയ്യാരോ. ഹൊയ് 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 ഹൊയ്. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീഴും. ഹൊയ്യാരോ ഹൊയ്യാരോ. ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു. ഹൊയ്യാരോ ഹൊയ്യാരോ ഹൊയ്യാരോ. ഹൊയ് 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 ഹൊയ്. അത് മുളച്ചു പടത്തെങ്കിലും നനവില്ലാത്തത് കൊണ്ട് ഉണങ്ങിപ്പോയി. ഹൊയ്യാരോ 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 ഹൊയ്യാരോ. ഹൊയ് 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 ഹൊയ്. ഹൊയ്യാരോ ഹൊയ്യാരോ ഹൊയ് ഹൊയ് ഹൊയ്. ഹൊയ്യാരോ ഹൊയ് ഹൊയ് ഹൊയ്. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ഹൊയ്യാരോ ഹൊയ് ഹൊയ്. നിലത്ത് വീണു. അത് വളർന്ന് 100 പിടി ഫലം പുറപ്പെടുവിച്ചു. നൂറുമേനി വിളവുകൾ നൽകും വയലായി നാഥ മാറ്റണമേ മാനസം. നൂറുമേനി വിളാറ്റണമേ ജീവിതം. മാന്യ സദസ്സിലെ വന്ദനം. എന്റെ പേര് അഖില. നമ്മൾ ഇതിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നാം ജീവിക്കുന്ന ഈ ലോകത്തിലെ വ്യത്യസ്ത വ്യക്തികളെ കുറിച്ച് അറിവ് പകരുവാനും അവരെ കുറിച്ച് മനസ്സിലാക്കുവാനും വേണ്ടി. അഖില പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ ജീവിതം വെറും ഒരു രസകരമായ ഒരു സംഭവം നമ്മൾ കരുതും, പക്ഷെ അങ്ങനെയൊന്നുമല്ല. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർത്തത് നിർമ്മലമായ സ്നേഹത്തോട് നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അതെ അതെ, ഗാന്ധിജി വെള്ളക്കാരൻ ഗാന്ധിജിയെ ബോട്ടിട്ട് ചവിട്ടിയപ്പോൾ ഗാന്ധിജി വെള്ളക്കാരനോട് ചോദിച്ചു, താങ്കളുടെ കാലിന് എന്തെങ്കിലും പറ്റിയോ? അത്ര എളിമയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയാണ് ഗാന്ധിജി. ഈ കാലഘട്ടത്തിൽ ജനിച്ച മദർ തെരേസയെ നമ്മൾ ഓർക്കണം. കരുണയുടെ പാഠം പഠിപ്പിച്ച മദർ തെരേസ നമ്മളെ. അതെ അതെ, മദർ തെരേസ. വലിയ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ ചെറിയ കാര്യങ്ങളെ